ഈ വാഹനം ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഒരു പീടികയ്ക്ക് പോയതാണ്. ഒരു ഇന്ത്യൻ നിർമ്മിത വാഹന കമ്പനികൾ എടുത്ത് നോക്കുന്ന സമയത്ത് പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറവ്. പക്ഷേ ഇതൊരു ജർമ്മൻ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ കോർണർ, ഓരോ എഡ്ജുകൾ, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, അണ്ടർ ബോഡിയിലെ ഓരോ ഏരിയകൾ, പേസ്റ്റിങ്, ഇപ്പോൾ റൂഫ് ടോപ്പ് ആയാലും എല്ലാ ഏരിയയിലും ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കാണാനുണ്ട്. അപ്പം ഒരു വിദേശ നിർമ്മിത വാഹനത്തിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ഇന്ത്യൻ ഉപഭോക്താക്കൾ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളുടെ ഭാഗത്തുനിന്ന് അധികം ഉണ്ടാവാറില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യായമായ കാര്യമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. എനിക്കത് കുറച്ചും കൂടെയൊക്കെ നമ്മൾ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആ കൺസേണും കൂടെ കമ്പനീനെ എടുക്കുന്ന ഉപഭോക്താക്കളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ് എൻ്റെത്. അതിപ്പം ടൊയോട്ടയുടെ വാഹനം ആയാൽ പോലും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഓരോ എഡ്ജസും ഷാർപ്പാണ്, ക്യാരക്ടർ ലൈൻസ് ആയിക്കോട്ടെ എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. ഈ വാഹനത്തിൻ്റെ സ്പെയറൊക്കെ ഏത് മാനുഫാക്ചറാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി ഈ വാഹനത്തിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്കും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് എല്ലാം കൊണ്ടും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ പെയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പോലും 7 ലെയർ കോട്ടിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ പെയിൻറ്റ് വരുന്നത്. അപ്പോൾ വാഹനം ഏതാണെന്നുള്ള ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പുതിയ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻറ്റും ചെയ്യുക. താങ്ക് യു.